നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നല്ല സന്തോഷത്തിലാണല്ലോ. നിരഞ്ജൻ ഡോക്ടർക്ക് പണി കൊടുത്തതിന്റെ സന്തോഷമാണോ? ഞാനെന്തിനാ അങ്ങനെ ചെയ്യണം? അതിന് അയാളെന്റെ ശത്രുവൊന്നും അല്ലല്ലോ. അപ്പൊ ശത്രുവാണെങ്കിൽ ചെയ്യും. ശത്രുവാണെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം ചെയ്യും, നശിപ്പിച്ചു കളയും. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ നിരഞ്ജൻ ഡോക്ടറിനെ ചതിച്ചത്? അതെനിക്ക് എങ്ങനെ അറിയാം? ചതിച്ചത് നിരഞ്ജനാണോ അതോ നിരഞ്ജൻ മറ്റുള്ളവരെയാണോ? നിരഞ്ജൻ ഡോക്ടറെ, ആ ഡോക്ടർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ നിനക്കാണല്ലോ എല്ലാം അറിയാവുന്നത്. എടി, ഹൃദയം മാറ്റി വെക്കാൻ പോലും അറിയാവുന്ന ഒരു സർജനാ നിരഞ്ജൻ. എന്നിട്ട് ഒരു ചെറിയ ക്ലിനിക്കിലാ ഇപ്പൊ ചികിത്സ. എന്താ അതിന് കാരണം? എന്തുകൊണ്ടാ വലിയ വലിയ ആശുപത്രിയൊന്നും അയാൾക്ക് ജോലി കിട്ടാത്തത്? കയ്യിലിരിപ്പ് ശരിയല്ല. ചികിത്സയുടെ പേരിലെ മയക്കുമരുന്ന് കച്ചവടം. മിക്കവാറും ആ ക്ലിനിക്ക് പൂട്ടും. നാട്ടുകാർ പൂട്ടിക്കും. ഒരാൾ നശിക്കുന്നത് കാണുമ്പോഴേ നല്ല സന്തോഷം തോന്നുന്നുണ്ടല്ലേ? നിനക്ക് അങ്ങനെ പലതും തോന്നും. എന്തായാലും നിന്റെ ഏട്ടത്തിയോടൊന്ന് സൂക്ഷിക്കാൻ പറ. അതെന്തിനാ ഏട്ടത്തെ സൂക്ഷിക്കേണ്ടത്? ഇതേ മയക്കുമരുന്ന് കേസാ. നല്ല അന്വേഷണം ഉണ്ടാവും. നിരഞ്ജന്റെ പരിചയക്കാരെ മുഴുവനും പോലീസുകാർ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ആലിസിലെ അവര് പെടുവല്ലോ, ദേവിക. അതിനേക്കാൾ സൂക്ഷിക്കേണ്ടത് ആ മയക്കുമരുന്ന് അവിടെ കൊണ്ട് വെച്ചവരല്ലേ? വെച്ചവരും പെടും, വെപ്പിച്ചവരും പെടും. എനിക്കൊരു പേടിയില്ല. ഈ കേസിൽ ഞാൻ നിരപരാധിയാ. തെറ്റെയ്യുന്ന എല്ലാരും ഇത് തന്നെയാ പറയാറ്. പിന്നെ അതങ്ങ് മാറിക്കോളൂ. പോലീസേ അതങ്ങ് മാറ്റിക്കോളൂ. നിനക്ക് എന്നെ സംശയമുള്ളൂ? സംശയമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിമിനലാ നിങ്ങള്. ആര് വേണമെങ്കിലും നിങ്ങൾ നശിപ്പിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇത് തന്നെയായിരുന്നു കല്യാണത്തിന് അമ്പലത്തിന് മുന്നിൽ വരുന്നവരെ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? നിങ്ങളുടെ കയ്യില് എന്നേക്കുമായിട്ട് വിലങ്ങ് വീഴണം. എങ്കിലേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ നിങ്ങളാ. നിങ്ങൾ ഒറ്റ ഒരുത്തൻ.